ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ വ്ളോഗ് ഒരു ചെറിയൊരു യാത്രയാണ് കേട്ടോ. യാത്ര ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ കുറേ നാളുകൾ എനിക്ക് യാത്രകളൊന്നും അധികം ചെയ്യാനുള്ള ഒരു അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ഉണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണ സ്കൂളിൽ പോകുന്നു, വരുന്നു, കോളേജിൽ പോകുന്നു, വരുന്നു, പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് കഴിഞ്ഞ് വരുന്നു എന്നല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കാൻ പോലും എനിക്ക് കുറേ നാളുകൾ എനിക്ക് അങ്ങനെ ഒരു അവസരമേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ ലൈഫ് നമുക്ക് നല്ല എന്താ പറയുക, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് കിട്ടാതെ ഇരിക്കും. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ള കാര്യങ്ങളായിരിക്കും അതൊക്കെ. പക്ഷേ ആ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒരു സമയത്ത് നമുക്ക് ജീവിതം നമുക്ക് തരും കേട്ടോ. എൻ്റെ ലൈഫ് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെറുതിലേ മുതൽ എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ദൂരെ ഒന്നും പോയില്ല എന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ യാത്രകളാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. എനിക്കെപ്പോഴും ബസ്സിലാണെങ്കിൽ പോലും എനിക്ക് വിൻഡോ സീറ്റ്, സൈഡ് സീറ്റ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നാട് വിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, നമുക്കങ്ങനെ പെട്ടെന്ന് ഓടിപ്പോവാനായിട്ടൊന്നും ആരും അടുത്തുണ്ടാവില്ല. ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ താമസിക്കുക. കുറച്ച് ഫ്രണ്ട്സൊക്കെ എപ്പോഴും അടുത്തുണ്ടാവും. പക്ഷേ നമുക്ക് ഓടിച്ചെല്ലാനായിട്ട് അങ്ങനെ പറ്റിയ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും നമുക്കൊന്ന് സന്തോഷിക്കാനും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവുക, പുറത്തൊന്ന് ചുറ്റിക്കറങ്ങി നടക്കുക എന്നൊക്കെ അല്ലാതെ നമുക്ക് ഒരുപാട് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷമാവാൻ പോകുന്നു. അപ്പോൾ എൻ്റെ ഒരു കുറച്ച് എക്സ്പീരിയൻസസാണ് ഞാനിന്ന് ഈ വ്ളോഗിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് യാത്ര പോകുന്നത് പുലിക്കാട്ട് ലേക്കിലേക്കാണ്. ചെന്നൈയിൽ നിന്ന് അത്യാവശ്യം ഒരു നമുക്ക് 1 ഡേ ട്രിപ്പ് പോലെ ഒന്ന് പോയി കണ്ടുവരാവുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ പോയത് രാവിലെ പോയിട്ട് നട്ടുച്ചയ്ക്കാണ് അവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലൊന്നും സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈവ് എന്നുള്ള രീതിയിലാണ് അത് കണ്ടത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഡിസപ്പോയിൻമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ സമയത്താണ് എത്തുക എന്നുള്ളതും നമ്മൾ ഈ ഇത്രയൊക്കെ തന്നെ അവിടെ നമ്മൾ പ്രതീക്ഷിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഷൈച്ചേട്ടനും വലിയ ഒരു ഇത് തോന്നിയില്ല. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യം അവിടെ ലൈറ്റ് ഹൗസ് വർക്കിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അത് വർക്കിംഗ് അല്ലായിരുന്നു. അതിൻ്റെ ലിഫ്റ്റ് കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട്, എന്തോ റിനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് നമുക്ക് അലൗഡ് അല്ലായിരുന്നു വിസിറ്റേഴ്സിനെ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മളൊരു അഴിമുഖമാണ് കേട്ടോ ഇത്. അപ്പം നമുക്കവിടെ കുറേ ലേക്ക് ഉണ്ട്, പിന്നെ കുറേ ഐലൻഡ്സ് ഉണ്ട്. അപ്പോൾ ആ വഴിയൊക്കെ നമ്മളെ ബോട്ടിങ്ങിൽ കൊണ്ടുപോകും. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രസമാണ് കാണാൻ എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. എനിക്കതിനെപ്പറ്റി പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഞങ്ങൾ ജസ്റ്റ് ആ ബീച്ച് വൈബ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോന്നു. പക്ഷേ നല്ല നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും ഞങ്ങൾ സ്പെൻഡ് ചെയ്തില്ല. ഈ നട്ടുച്ചയ്ക്ക് പോയിട്ട് ബോട്ടിങ്ങിന് പോകാമെന്നുള്ളതും ഒരു വല്ലാത്തൊരു എന്താ പറയുക, കരിഞ്ഞുണങ്ങുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഞങ്ങളതും പ്രിഫർ ചെയ്തില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത് ഇപ്പോഴല്ല, ഒക്ടോബർ ടു ഫെബ്രുവരി, മേ ബി ജാനുവരി വരെ അടിപൊളിയായിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമാണ് ഇവിടെ വരേണ്ടതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒരു ഡ്രൈവിന് അങ്ങ് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു യാത്രകളും ഇപ്പോൾ ഒരുപാട് ദൂരെ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പോലും ഒരു ഗ്രോസറി ഷോപ്പിംഗ് ആണെങ്കിൽ പോലും പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നതാണ്. കാരണം പാറുവിനെ ക്യാരിയിങ് ആയതിന് ശേഷമാണ് ഞാൻ ജോലി വേണ്ടാന്ന് വെച്ചത്. അപ്പം ഒരു ബ്രേക്ക് എടുക്കണം എന്നുള്ള ഒരു ഡിസിഷനോട് കൂടി തന്നെയാണ് ഞാൻ റിസൈൻ ചെയ്തത്. അപ്പോൾ ഞാനൊരു പ്രൈവറ്റ് ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും നാളും ഞാൻ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ
എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ കൂടുതലും സമയം സ്പെൻഡ് ചെയ്യണമെന്നും ആ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ എനിക്കതിനുള്ളൊരു അവസരം കൂടി ആ സമയത്ത് ഉണ്ടായിരുന്നപ്പം ഞാനത് ഓപ്റ്റ് ചെയ്തു ഉള്ളതേ ഉള്ളൂ. അതെൻ്റെ ഒരു താല്പര്യം അനുസരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. പക്ഷേ എനിക്കതിൽ റിഗ്രറ്റ് ഒന്നും തോന്നിയിട്ടില്ല. കാരണം ഏർണിംഗ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് അത് വേണ്ടാന്ന് വയ്ക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, മാനസികമായിട്ടും അല്ലാതെയായിട്ടും ഒക്കെ. അപ്പം അതിനേക്കാളും കൂടുതലും ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെയും എൻ്റെ ഫാമിലിയുടെ കൂടെയും ഒരുപാട് ഹസ്ബൻഡും ഞാനും മോളുമായിട്ടുള്ള ആ ഒരു ലൈഫ് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഈ വൈകി വന്ന വസന്തം എന്ന് പറയുന്നത് ഭയങ്കര സത്യമാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫ് ഏറ്റവും ഞാൻ ആഗ്രഹിച്ച രീതിയിൽ വന്നിട്ടുള്ളത് ഒരുപാട് പ്രതീക്ഷയിലൊക്കെ ഒരുപാട് വൈകിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതായിരുന്നു ശരിയായ സമയം എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. നമ്മൾ എല്ലാവരുടെയും പോലെയല്ലേ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് വളരെ സത്യമുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുമ്പോൾ നമ്മുടെ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു കാര്യം വരാൻ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല സന്തോഷിക്കാനായിട്ട്. ഒരാൾ നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ പോലും നമ്മൾ ആ ഒരു ചിരി തിരികെ സമ്മാനിച്ചിട്ട് നമ്മളതിലൊരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കുള്ളൂ. പിന്നെ നമുക്ക് വരുന്ന ഓരോ കാര്യങ്ങൾക്കും താങ്ക്ഫുള്ളായിട്ട് ഗ്രേറ്റ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ നമ്മുടെ ലൈഫ് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വൈബിൽ കൂടെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ യാത്രകളൊക്കെ പോകുമ്പോൾ നമ്മളുടെ കൂടെയുള്ള ആരൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ഞാനും ഷൈചേട്ടനും പാറുവും കൂടെയുള്ള യാത്രകൾ ഞങ്ങൾ 3 പേരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. ഷൈചേട്ടനും യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ദൈവം സഹായിച്ചപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ കൂടിയപ്പോൾ ഞങ്ങൾ കുഞ്ഞു യാത്രകൾ, അങ്ങനെ വലിയ ഇൻ്റർനാഷണൽ ട്രിപ്പൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഈ കുഞ്ഞു യാത്രകളാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. ഇനി ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവില്ല എന്നുള്ളതൊന്നും അല്ല കേട്ടോ. അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും പോകും. അപ്പോൾ അതുകൊണ്ട് ഈ യാത്രകളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് പറ്റുന്ന പോലെയൊക്കെ കുഞ്ഞു യാത്രകൾ എൻജോയ് ചെയ്യാം. നമ്മുടെ ഫാമിലി ടൈം അത്രയും ബ്യൂട്ടിഫുൾ ആവും. ഒരു റിഫ്രഷ്മെൻറ്റ് ലൈഫിൽ എപ്പോഴും ഉണ്ടാവും നമുക്ക് ആ യാത്രകളിലൂടെ. അപ്പോൾ ഇതൊക്കെയാണ് നാട് വിട്ട് നിൽക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള കുറേ ആളുകളുടെ സന്തോഷം. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കഥകൾ ഓരോരുത്തർക്കും പറയാനുണ്ടാവുമെന്ന് എനിക്കറിയാം. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുമെന്നും എനിക്കറിയാം കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കുഞ്ഞു കമൻറ്റുകളാണെങ്കിലും എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഒപ്പീനിയൻ ആണെങ്കിലും അത് അത്രയും വാല്യുബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാളുടെ ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം ഹാപ്പി ആവും. നമ്മൾ ഒരാളെ ഹാപ്പി ആക്കുക എന്നുള്ളത് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കമൻറ്റിൽ ഞാൻ ഹാപ്പി ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ എനിക്ക് എപ്പോഴും കമൻ്റ് ഇടാറുള്ള നമ്മുടെ സബ്സ്ക്രൈബറാണ് ആതിര. താങ്ക് യു സോ മച്ച് ആതിര. ആതിരയുടെ ഓരോ കമൻറ്റും എനിക്ക് അത്രയും വാല്യുബിളാണ്. അപ്പോൾ കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും താങ്ക് യു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്. ബൈ.